പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം പങ്കുവെക്കാനുള്ളത് റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിച്ച സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. സമ്മർ സ്ലാം 2024 നടക്കാൻ പോകുന്ന സിംഗിൾസ് മത്സരം CM പങ്കും ഡ്രൂ മാക്കിൻ്റെയർ തമ്മിലുള്ള മത്സരത്തിൽ സ്പെഷ്യൽ ഗസ്റ്റ് റഫറിയായി വരുന്നത് സെത്ത് റോളിൻസ് ആണ്. അപ്പോൾ സെത്ത് റോളിൻസ് ഈ രണ്ട് റെസ്ലേഴ്സിനും കുറച്ച് റഫറിയുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റ് എന്നുള്ളൊരു രീതിയിലാണ് അവർ ഈ ഒരു സെഗ്മെൻറ്റ് നടത്തിയത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് സെത്ത് റോളിൻസിൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അതായത് ഇതുവരെ സെത്തിൻ്റെ ക്യാരക്ടറിനോട് അനുബന്ധിച്ച് സെത്ത് ധരിച്ചിട്ടുള്ള കോസ്റ്റ്യൂമുകളിലൊന്നും ഇത്രയും വെറുപ്പിക്കൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് റഫറിയുടെ ആ ഒരു കോസ്റ്റ്യൂമിന് സമാനമായ രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം ധരിച്ച് വന്നത് ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഈ മൂന്ന് പേരുടെയും പ്രൊമോ കിടിലനായിരുന്നു. ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് സെത്ത് പറയുന്നത് സിമ്പിളാണ്. സെത്ത് പറയുന്ന പോലെയാണ് ഈ സമ്മർ സ്ലാമിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മാത്രമാണ് സെത്ത് പറയുന്നത്. എപ്പോൾ പിൻ ചെയ്യണമെന്നും എപ്പോൾ ടാപ്പ് ഔട്ട് ചെയ്ത് മത്സരം അവസാനിപ്പിക്കണമെന്നും താൻ തീരുമാനിക്കും. ചിലപ്പോൾ മത്സരത്തിൽ കൗണ്ട് ഔട്ട് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ മത്സരം അവസാനിക്കില്ല. അപ്പോൾ തനിക്ക് തോന്നുന്ന പോലെയാണ് താൻ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. എൻ്റെ ആ ഒരു കോളിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കളിച്ചാൽ മതി. അല്ലാതെ മത്സരത്തിൽ 3 കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുക. ഞാൻ തീരുമാനിക്കും മത്സരം എപ്പോൾ അവസാനിക്കണമെന്നുള്ളത്. ഈ ഒരു ഇൻസ്ട്രക്ഷനാണ് ഡ്രൂ മാക്കിൻ്റെയറിനും CM പങ്കിനും സെത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമ്മർ സ്ലാമിലെ മത്സരത്തിൽ സെത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത് ഭയങ്കരമായിരിക്കും. ആ ഇൻവോൾവ്മെൻറ്റിലൂടെ മിക്കവാറും ഡ്രൂ മാക്കിൻ്റെയർ വിജയിക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. CM പങ്കിന് സെത്തും ഡ്രൂ മാക്കിൻ്റെയറും ഒരേ സമയത്ത് ഒരുപോലെ ശത്രുക്കളാണ് എന്നുള്ളത് CM പങ്കിൻ്റെ വാക്കിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഡ്രൂ മാക്കിൻ്റെയർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഡ്രൂ മാക്കിൻ്റെയർ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയി സെത്തിനോട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഡ്രൂവിന് സമ്മർ സ്ലാമിൽ വിജയം അനിവാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓപ്പണിംഗ് സെഗ്മെൻറ്റിൽ ഇന്നത്തെ റോയിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിച്ച കുറച്ച് പോയിന്റുകൾ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ചാണ്. ജഡ്ജ്മെൻറ്റ് ഡേയുടെ ക്ലബ് ഹൗസ് അവരുടെ മെമ്പേഴ്സ് എല്ലാം കൂടി ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിടം ഇന്ന് മൊത്തത്തിൽ തകർത്തിയെടുത്തിരിക്കുന്ന ഒരു മൊമെൻറ്റിലൂടെയാണ് ജഡ്ജ്മെൻറ്റ് ഡേയുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ റിയാ റിപ്ലി പറയുന്നുണ്ട് ഇത് ലിവ് മോർഗൻ ചെയ്തതായിരിക്കും എന്നുള്ളത്. അപ്പോൾ കാർലിറ്റോ ആ PlayStation 5 നശിപ്പിക്കപ്പെട്ടതിൻ്റെ സങ്കടത്തിലാണ് നിൽക്കുന്നത്. ഫിൻ ബാലർ ആണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാതെ നിൽക്കുന്നു. ഡൊമിനിക് മെസ്റ്റീരിയോ ആണെങ്കിൽ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. അങ്ങനെ ഈ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളൊക്കെ കാണിച്ച് ഇങ്ങനെ അവസാനത്തെ ആ ഗന്ധർ വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള മത്സരത്തിന് മുൻപ് ഒരു ഭാഗം അവർ കാണിക്കുന്നുണ്ട്. അതായത് ഫിന്ന് റിയയോടും ഡാമിൻ ക്രിസ്റ്റിനോടും പറയുന്നുണ്ട്, സമ്മർ സ്ലാമിൽ നിങ്ങളുടെ മത്സരത്തിന് ഒറ്റയ്ക്ക് പോകുക, നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുക, ഞാൻ ഇന്ന് ഗന്ധറിനെതിരെ ഒറ്റയ്ക്ക് പോരാടിക്കോളാം, അതുപോലെ ഒറ്റയ്ക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുക. ജഡ്ജ്മെൻറ്റ് ഡേയുടെ മൊത്തം പ്രശ്നങ്ങൾ സമ്മർ സ്ലാമിന് ശേഷം നമുക്ക് തീർക്കാമെന്നുള്ളത്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിൽ ഒരു സ്പ്ലിറ്റ് സമ്മർ സ്ലാം കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഫിൻ ബാലർ അവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ലിവ് മോർഗൻ ഈ ക്ലബ് ഹൗസ് മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് നശിപ്പിക്കുന്നത് അതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് അതിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും മുഖത്ത് X എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫിൻ ബാലറിൻ്റെ ആ പോസ്റ്ററിൽ ഫിൻ ബാലറിൻ്റെ മുഖത്ത് ആ X എന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഫിൻ ബാലറും ലിവ് മോർഗനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അത് മുൻപ് ലിവ് മോർഗൻ ഒരു റൂമിൻ്റെ കീ ഡൊമിനിക്കിന് കൊടുത്തപ്പോൾ അത് തന്ത്രപൂർവ്വം ഫിൻ ബാലർ കരസ്ഥമാക്കിയിരുന്നു. അപ്പോൾ ലിവും ഫിൻ ബാലറും കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും ഇന്നത്തെ റോയിലൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സമ്മർ സ്ലാം കഴിഞ്ഞ് വരുന്ന റോയിൽ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ നിന്ന് വലിയ ഒരു പൊട്ടിത്തെറി നമുക്ക് കാണാൻ സാധിച്ചേക്കാം. സമ്മർ സ്ലാമിൽ തന്നെ അതിൻ്റെ തുടക്കവും ഇടുന്നതായിരിക്കും കാണാൻ സാധിക്കുക. അവസാനമായി പങ്കുവെക്കുന്നത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഒരു ടാഗ് ടീം മത്സരത്തിൽ ക്രിഡ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ടീം ഓട്ടിസ്, അക്കിറ ടൊസാവ തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തുന്നതും തുടർന്ന് ജാഡ് ഗ്യാബിളും ക്രിഡ് ബ്രദേഴ്സും ഈ ടീമിനെ ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പെട്ടെന്ന് മാക്സിനി ഡുപ്രി വന്നിട്ട് ജാഡ് ഗ്യാബിളിനെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. തിരിച്ചടിക്കാൻ വേണ്ടി നിന്ന ജാഡ് ഗ്യാബിളിൻ്റെ ആ ഒരു മൊമെൻറ്റ് കാണിക്കുന്ന സമയത്ത് തന്നെ വൈറ്റ് സിക്സിൻ്റെ ഒരു അപ്പിയറൻസിൻ്റെ സൂചന നൽകുന്നു. വൈറ്റ് സിക്സിലെ അങ്കിൾ ഹൗഡി ഒഴിച്ച് ബാക്കി 3 മെയിൽ സൂപ്പർ സ്റ്റാർസ് അങ്ങോട്ടേക്ക് നടന്നു വരുന്നു. പെട്ടെന്ന് ആ ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്ന് ജാഡ് ഗ്യാബിളിൻ്റെ ദേഹത്തേക്ക് സിസ്റ്റർ എബിഗെയിൽ, നിക്കി ക്രോസിൻ്റെ ക്യാരക്ടർ ചാടി വീഴുന്നുണ്ട്. പെട്ടെന്ന് ഈ 3 പേരും ആ റിങ്ങിൻ്റെ ഏപ്രോണിലേക്ക് കയറി നിൽക്കുന്നു. അവർ അൺമാസ്ക് ചെയ്യുന്നു. എറിക് റോവിൻ,
ജോ ഗേസി, ഡെക്സ്റ്റർ ലൂമിസ് തുടങ്ങിയവരാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഇവർ ക്രീഡ് ബ്രദേഴ്സിനെ പവർ ബോംബും ചക്ക് സ്ലാമും ഒക്കെ ചെയ്ത് ആക്രമിക്കുന്നുണ്ട്. അങ്കിൾ ഹൗഡി വരും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇങ്ങനെ ബാക്കിലൂടെ ഇങ്ങനെ ജെറ്റ് ഗേബിൾ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്കിൾ ഹൗഡി അവിടെ അപ്പിയർ ചെയ്യുന്നു. പേടിച്ചുകൊണ്ട് മറ്റൊരു വഴിയെ ബാക്ക് സ്റ്റേജിലേക്ക് ജെറ്റ് ഗേബിൾ ഓടി രക്ഷപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ആദം പിയേഴ്സിനോട് അടുത്ത റോയിലേക്ക് ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരവും ജെറ്റ് ഗേബിൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതായത് എറിക് റോവൻ, ഡെക്സ്റ്റർ ലൂമിസ്, ജോ ഗേസി തുടങ്ങിയവർ വൈറ്റ് സിക്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ജെറ്റ് ഗേബിൾ, ക്രീഡ് ബ്രദേഴ്സ് തുടങ്ങിയവരെ നേരിടുന്ന ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരം. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു ടേപ്പ് അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡെക്സ്റ്റർ ലൂമിസിൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് വരാനുള്ള കാരണങ്ങൾ ഡെക്സ്റ്റർ ലൂമിസ് വെളിപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡെക്സ്റ്റർ ലൂമിസിൻ്റെ ഒരു ലുക്ക് പഴയ ലുക്കുമായി യാതൊരുവിധ സാമ്യതയും ഇല്ലാത്തൊരു ലുക്കായിരുന്നു. കിടിലനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചേഞ്ച് ഈ വൈറ്റ് സിക്സിന് വേണ്ടി ഡെക്സ്റ്റർ ലൂമിസ് ചെയ്തിട്ടുണ്ട്. അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മറ്റൊരു സിംഗിൾസ് മത്സരം ഡക്കോട്ട കായ് വേഴ്സസ് സോണിയ ഡേവിൽ തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. ഡാമേജ് കൺട്രോളിൻ്റെ ഒരു തിരിച്ചുവരവും ഡാമേജ് കൺട്രോളും ഷെയ്ന ബേസ്ലർ, ജോയ് സ്റ്റാർക്കും സോണിയ ഡേവിൽ തുടങ്ങിയവരെ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരം കഴിഞ്ഞതിന് ശേഷം ആക്രമിക്കുന്നതും നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു. റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഓഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ചില പ്രശ്നമാക്കാം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.